പാരൻസിന് കുട്ടികളെ ഇപ്പൊ ഒരു സ്കൂളിലെ മീറ്റിങ്ങിന് പോവാണെങ്കിൽ അവിടെ എന്തെങ്കിലും ചെയ്തു കൊടുക്കേണ്ടി വരുമോ എന്നുള്ള പേടിയോണ്ട് പോവാൻ പറ്റുന്നില്ല പാരന്റിന്റെ ഇതിന്ന് നോക്കുകയാണെങ്കിൽ. അതേസമയം കുട്ടീൻ്റെ നോക്കുകയാണെങ്കിൽ ഇത്ര ഏജ്ഡ് ആയിട്ടുള്ള ഒരു പാരന്റിനെ സ്കൂളിലേക്ക് കൊണ്ടുപോവാൻ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട്. അത്രയും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ രണ്ട് ഭാഗത്തുനിന്നും നേരിടേണ്ടി വരുന്നുണ്ട്. ഒരു ആഡ് വന്നിട്ടുണ്ടായിരുന്നു, പപ്പ വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ടൊരു ആഡ് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് മുമ്പ്. അതിനൊക്കെ ഇപ്പോൾ 90 കിഡ്സ് ആണ് മിക്കവാറും ട്രോളുകളിലും സാധനങ്ങളിലും നമ്മൾ കാണുന്ന ഏരിയയിലൊക്കെ ഉണ്ടാവുക ആ ഒരു ആളുകളാണ്. ബാക്കിയുള്ള ആളുകൾ കയറി വരുന്നുള്ളൂ ട്രോളും സാധനങ്ങളിലൊക്കെ. മിക്കവാറും ആൾക്കാർ അതിലേക്കൊന്നും കയറി വരുന്നില്ല കേട്ടോ. ഇപ്പോൾ നിങ്ങൾ വെറുതെ നോക്കുക, ഗെയിം സ്ട്രീമിങ് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. നമുക്ക് ഈ ഗെയിം സ്ട്രീമിങ്ങിൻ്റെ വീഡിയോസൊന്നും യൂട്യൂബിൽ അധികം കണ്ടു നിൽക്കാൻ പറ്റില്ല. പക്ഷേ ഇത് മാത്രം അരമണിക്കൂർ 3/4 മണിക്കൂറുള്ള വീഡിയോസ് മാത്രം കണ്ടിരിക്കുന്ന കുട്ടികളുണ്ട്. അതിൻ്റെ ലോജിക്ക് എന്താണെന്നോ അതിൽ നിന്ന് അവർക്ക് കിട്ടുന്ന രസം എന്താണെന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല. പറഞ്ഞു വരുന്നൊരു കാര്യം, പൊതുവെ ഇപ്പോൾ ഇച്ചിമുള്ളി അധോലോകം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴത്തെ പിള്ളേരുടെ ഇഷ്ടങ്ങളെയും അവർ കാണുന്ന ലോകത്തിനെയും നമ്മൾ ചെറുതായി കണ്ടു കഴിഞ്ഞാൽ വരാനിരിക്കുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, നാളത്തെ ലോകം എന്ന് പറയുന്നത് അവരുടെ ലോകമാണ്. ഇന്ന് നമ്മൾ അവരെ പരിഗണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇന്ന് നമ്മൾ അവരെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ, നാളെ അവരുടെ ലോകം വരുന്ന സമയത്ത് ഇത് അതേപോലെ തിരിച്ചു വരും. പ്രായമാവുന്ന സമയത്ത് വെള്ളം തരാൻ ആളുണ്ടാവില്ല എന്ന് സിമ്പിളായിട്ട് പറയുന്നതിൻ്റെ മറ്റൊരു വേർഷനാണിത്. പക്ഷേ പണ്ടുള്ള പാരൻസിന്, അതായത് ഇപ്പോഴത്തെ ജനറേഷൻ പറയുന്നത് പണ്ടുള്ള പാരന്റ്സിനെ പോലെ അല്ല, നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. ഞാൻ എത്രയോ ട്രോള് കണ്ടു അങ്ങനെ. ഇപ്പൊ 90 കിഡ്സ്, ഇപ്പോൾ 90 കിഡ്സിന്റെ ഒരു എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ ട്രോള് വരലുണ്ട്. നമ്മളൊക്കെ എല്ലാ കളിയും കളിച്ചിട്ടുള്ള മക്കളായതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് കൂടുതലൊന്നും കളിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഓരോ ഏത് വരെ പോകുന്നുള്ളതിനെ പറ്റി നമുക്ക് ധാരണ ഉണ്ടെന്ന് ഒക്കെ പറയും. നമ്മളോട് പറയുന്നത് നമ്മൾ ഇതൊക്കെ കണ്ടതല്ലേ, അതുകൊണ്ട് ഒരു ഏതറ്റം വരെ പോകുന്നുള്ളത് നമുക്ക് അറിയാം. സത്യം പറഞ്ഞാൽ അറിയില്ല എന്നുള്ളതാണ്. 90 കിഡ്സിനൊരു വിചാരമുണ്ട്, നമ്മൾ ഭയങ്കര എല്ലാ കളിയും അറിയുന്ന ആൾക്കാരാണ്, നമ്മൾക്കറിയാത്തതൊന്നും നിലവിൽ ലോകത്തില്ല, നമ്മൾ കുറച്ച് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നൊക്കെ ഒരു വിചാരമുണ്ട്. വെറുതെയാണ്. നമ്മുടെ മക്കൾ ഏത് രൂപത്തിലാണ് വലുതാവാൻ പോകുന്നതിനെ പറ്റി നമുക്കൊരു ധാരണയില്ല. ഇനി അങ്ങനെ ധാരണ വരാൻ പറ്റുന്ന ലോകത്തേക്ക് നമ്മൾ ഏന്തി നോക്കുന്ന പോലുമില്ല. അതായത് ഈ പറഞ്ഞ ഗെയിമിങ്ങിൻ്റെ ഏരിയയിലേക്കാണെങ്കിലും, അല്ലെങ്കിൽ വേറെ സ്ട്രീമിങ്ങിൻ്റെ ഏരിയയിലേക്കാണെങ്കിലും, ChatGPTൻ്റെ ചാറ്റ് ബോട്ടുകളുടെ ഏരിയയിലേക്കാണെങ്കിലും, ഇതൊന്നും നമുക്ക് അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആവശ്യമില്ല, ഇൻട്രസ്റ്റിംഗും അല്ല, നമ്മൾ അതിനു വേണ്ടി തയ്യാറാവുന്നൊന്നുമില്ല. നമുക്ക് അത്രയും നീടുള്ള ഒരു കാര്യമല്ല അത്. ഇപ്പോഴത്തെ ആൾക്കാർ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ പറയണമെങ്കിൽ അന്നത്തെ, അതായത് ഇന്ന് എന്റെ ഉപ്പയും ഉമ്മയും നോക്കുന്ന പോലെ അല്ല ഞാൻ എന്റെ കുട്ടികളെ നോക്കുന്നത്, അങ്ങനെ ഡയലോഗ് അടിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം ഓര് നോക്കിയ ആ സിറ്റുവേഷനിൽ നിന്നിട്ടല്ല, ഞാൻ കുറച്ചുകൂടി ഫ്രീ ആണ്, ഞാൻ കുറച്ചുകൂടി നല്ല പേരന്റാണ്, നല്ല ഫ്രണ്ട്സ് ആയിട്ട്. നമ്മൾ ഉമ്മ ഉപ്പ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ മക്കൾക്ക്, ഇപ്പോഴത്തെ മക്കൾക്ക് അങ്ങനെ അല്ല, ഒരു ഭയങ്കര ഫ്രണ്ട്സ് ആണ് നമ്മളുമായിട്ട്. ആരാ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് ചോദിച്ചാൽ ഉമ്മയാണ്, ഉപ്പ. ഒരു പരിധി വരെ അത് ശരിയാണ്, ഓക്കെയാണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താ വരുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ മുമ്പൊക്കെ പിന്നെ പ്രേമിച്ച് കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ഇപ്പോഴത്തെ പാരന്റ്സ് പറയുന്നത് അന്ന് ആണും പെണ്ണും പ്രേമിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമായതുകൊണ്ട് നടന്നില്ല. പക്ഷെ ഇപ്പൊ നമുക്കത് ഈസി ആയിട്ട് നടക്കും. പക്ഷെ ഇപ്പോഴത്തെ പാരന്റ്സിന് മനസ്സിലാവും, ശരിയാണ്, അത് ഒരു പരിധി വരെ ശരിയാണ്. പക്ഷെ അവിടെ ചിന്തിക്കപ്പെടാതെ പോകുന്ന ഒരു കാര്യം അവിടെ സ്റ്റക്കാവും. ഓരത്, അതായത് എന്റെ പേരൻസ് അത് സമ്മതിച്ചിട്ടില്ല, പക്ഷെ ഞാൻ എന്റെ മക്കളടുത്ത് ഫ്രീ ആണ്, എന്റെ മക്കൾ എന്റെ അടുത്ത് ഫ്രീ ആണ്, അതുകൊണ്ട് അവരെല്ലാം എന്നോട് പറയും, എനിക്കത് അക്സെപ്റ്റ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവിടെ ചിന്തിക്കേണ്ട, അതായത് ഈ ജനറേഷനിൽ നിന്നും നമ്മൾ കുറച്ചുകൂടി മുന്നോട്ടേക്ക് ചിന്തിക്കുകയാണെങ്കിൽ, നാളെ ഒരു വരുന്നത്, അല്ലെങ്കിൽ എന്റെ മോൻ വരുന്നത് ഒരു മോനെ കൊണ്ടായിരിക്കാം. ഞാനിത് പല ആൾക്കാരോട് ഇതിങ്ങനെ ഒരു സ്റ്റേജ് ആയിട്ട് ഇങ്ങനെ മാറി മാറി വരുന്നൊരു സാധനമാണ്. അപ്പോൾ ഏറ്റവും പണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരേ റിലീജിയനാണ്, പക്ഷെ നമ്മളുടെ കാസ്റ്റ് വേറെ വേറെ ആണെങ്കിൽ സമ്മതിക്കില്ല എന്നുള്ളൊരു പരിപാടിയായിരുന്നു പണ്ട്. എൻ്റെ നെഞ്ഞത്ത് ചവിട്ടിയിട്ടാണെങ്കിലും വേണ്ടില്ല, അങ്ങനെ ഒരു ജാതിക്കാരനെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല, ഇതായിരുന്നു ഒരു കാലത്തെ ഡയലോഗ്. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താക്കി, അതിൽ കുറച്ചൊരു മയം വന്നു. അതായത് കുറച്ചൊരു ജനറേഷൻ മാറിയ സമയത്ത് അതിലൊരു മയം വന്നു. നമ്മുടെ കൂട്ടരായാൽ മതി, അതായത് റിലീജിയൻ ഒക്കെ ആയാൽ മതി, കാസ്റ്റ് വേറെ ആയാലും കുഴപ്പമില്ല എന്നുള്ളൊരു സാധനമായി.
അവിടെ നിന്നും വന്ന് കുറച്ചുകൂടി ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് ഓക്കെ കാസ്റ്റ് ആയാലും കുഴപ്പമില്ല എന്നുള്ളൊരു സാധനം വന്നു. കാസ്റ്റ് നമ്മളെ കാസ്റ്റ് അല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മളെ റിലീജിയൻ അല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രൂപത്തിലേക്ക് ഇപ്പം എത്തി നിൽക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പല 90 കിഡ്സിനോടും ചോദിച്ചിട്ടുണ്ട്, ഇപ്പം നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടി നാളെ, അതൊരു ഒരു പെൺകുട്ടി നാളെ വേറൊരു പെൺകുട്ടിനെയും കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്, ഞങ്ങളെ കല്യാണം നടത്തി തരണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ആൾക്കാർ പൊട്ടിത്തെറിക്കേ, ഞാൻ വെടി വെച്ച് കൊല്ലും എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അതായത് ആ ചിന്തിക്കുന്ന ആൾക്കാർ, ഞാൻ എൻ്റെ മക്കളോട് ഭയങ്കര ഫ്രീഡം കൊടുക്കുന്ന ഒരു പാരന്റ് ആണ്, അതുകൊണ്ട് എനിക്ക് മുമ്പത്തെ പാരന്റ്സിന്റെ ആ രീതിയിൽ ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ അടുത്ത, അതായത് ഇന്നലത്തെ പാരന്റ്സ് ഇന്നത്തെ കുട്ടികളെ നാളത്തേക്ക് നമ്മൾ ഇന്ന് നിന്നിട്ടാണ് കാണുന്നത്. അതായത് ഇന്നത്തെ ഇന്റെ ലെവൽ അനുസരിച്ചിട്ടാണ് ഞാൻ നാളത്തെ എന്റെ കുട്ടീനെ കാണുന്നത്. സത്യം പറഞ്ഞാൽ ഇതിലുള്ളൊരു കോമഡി എന്ന് വെച്ചാൽ നമ്മൾ നാളത്തെ മക്കളെ അല്ല വളർത്താൻ പോകുന്നത്, നമ്മൾ മറ്റന്നാളത്തെ മക്കളെയാണ്. കാരണം മിക്കവാറും 90 കിഡ്സിന്റെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ കല്യാണം കഴിഞ്ഞ് നമുക്കൊരു കുട്ടികളൊക്കെ ആകുമ്പോഴത്തേക്ക് ഇന്നുള്ള എല്ലാ സാധനങ്ങളും അത്ര പെട്ടെന്ന് മാറും. ഓക്കെ, പണ്ടത്തെ പോലല്ല, ഇപ്പൊ ഡേ ടു ഡേ സാധനങ്ങൾ. ഞാൻ വേണമെങ്കിൽ കുറച്ചുകൂടി മനസ്സിലാക്കാവുന്ന ഒരു എക്സാമ്പിൾ പറയാം. അപ്പം മിനിമിൽഷ എന്ന് പറഞ്ഞിട്ടൊരു ഗെയിം ഉണ്ടായിരുന്നു കുറച്ച് മുമ്പ്. അത് കഴിഞ്ഞ് പബ്ജിയിലേക്കുള്ളൊരു മാറ്റം എത്ര കുറച്ച് സമയമാണോ അതിലും കുറച്ച് സമയമാണ് ഇനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് മാറാനുള്ള കാര്യങ്ങൾ. അതായത് ഇപ്പം ChatGPT ഒന്നും അല്ല, ഇനിയും അതിൻ്റെ അപ്പുറത്തേക്ക് കമ്പ്യൂട്ടറിലും ഇൻഫർമേഷൻ ടെക്നോളജിയിലും സാധനങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരാനുണ്ട്. ഈ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഒരു ഇത്തിരിയെങ്കിലും എപ്പോഴും ഒരു കുട്ടികളെ മൈൻഡ് നമ്മളെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നാളെയോ മറ്റന്നാളോ വരേണ്ട മക്കളെ അതിൻ്റെയും അപ്പുറത്തേക്കുള്ളൊരു ഫ്യൂച്ചറിലേക്ക് ഓരോ കരിയറും ഓരോ ബാക്കിയുള്ള കാര്യങ്ങളും നോക്കാനും അവരെ ഗൈഡ് ചെയ്യാനും അറ്റ്ലീസ്റ്റ് അവരെ നമ്മളെ മക്കളായിട്ട് വളർത്താൻ പോലും പറ്റാതിരിക്കും എന്നുള്ളതാണ്. സോ പുതിയ മക്കൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് എന്തി നോക്കുക, എന്തൊക്കെയാണ് അവരുടെ ഇഷ്ടങ്ങൾ എന്നുള്ളതിനെ പറ്റി ഒന്ന് ധാരണ ഉണ്ടാക്കുക. ഇനീഷ്യൽ സ്റ്റേജിനെ കുറിച്ചിട്ടെങ്കിലും നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പം ഗെയിമല്ലേ, അല്ലെങ്കിൽ അതിനൊക്കെ എന്തിനാണ് പൈസ കളയുന്നത്, ഇതിലൊക്കെ ഉള്ള സംഭവങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ നാളെ മക്കൾ പറയണത് നമുക്ക് മനസ്സിലാവാതെ വരും. അതായത് നമുക്ക് ഫസ്റ്റിൽ കിട്ടിയൊരു സഡൻ റിജക്ഷൻ ഉണ്ടല്ലോ, ആ സെയിം റിജക്ഷൻ ആണ് നമ്മൾ നമ്മളെ കുട്ടിക്ക് കൊടുക്കുന്നത്. പക്ഷെ നമ്മളായിട്ട് എടുക്കുന്ന റിസ്ക് ഉണ്ടല്ലോ, അതായത് എൻ്റെ അടുത്ത് എൻ്റെ പാരന്റ് ആ കാര്യങ്ങളെ റിജക്റ്റ് ചെയ്യുമ്പോൾ എനിക്കുണ്ടായ ആ ഇമോഷൻസ് അല്ല ഇപ്പോഴത്തെ ഒരു കുട്ടികൾക്ക് ഉണ്ടാവുക. ശരിയാണ്, റിജക്ഷൻ സെയിം ആയിരിക്കും, പക്ഷെ അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള സമയം പോലും ഉണ്ടാവില്ല. ഇപ്പം തന്നെ കാണാം, ഇപ്പം തന്നെ ചെറിയ മക്കളെ പോയിട്ട് ഇപ്പം അത്ര ചെറിയ മക്കളൊക്കെ സിമ്പിൾ കാര്യം പറഞ്ഞിട്ട് കാറിൻ്റെ ചാവി തരാത്തതിന് എന്നൊക്കെ പറഞ്ഞിട്ട് അടിയാവുന്നതും വെട്ടുന്നതും മക്കൾ സ്വന്തക്ക് പോയിട്ട് ആത്മഹത്യ ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ റിജക്ഷൻ താങ്ങാനുള്ളൊരു പവർ അതുങ്ങൾക്ക് ഇല്ല, കപ്പാസിറ്റി ഇല്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, റിജക്റ്റ് ചെയ്യുന്ന നമ്മൾ വിചാരിക്കുന്നത് നമ്മളെ ജീവിതം വെച്ച്, നമ്മൾ ജീവിച്ച ജീവിതം വെച്ച് ഏറ്റവും ബെറ്റർ സാധനമാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ അവർക്ക് ആവശ്യമുള്ളതിൻ്റെ 100% പോലും അത് എത്തുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് പാരന്റും കുട്ടിയും തമ്മിൽ അത്രയും ക്ലാഷ് വരുന്നത്. അതായത് പാരന്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടാണ് കുട്ടീനെ വളർത്തുന്നത്. പക്ഷെ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം എന്റെ പാരന്റ്സ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ എന്നെ നോക്കുന്നില്ല. ഇതേ ഡയലോഗാണ് പണ്ട് നമ്മളും പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മളെ വാപ്പാരെന്ത് പറയും, നമ്മളെ ഉമ്മാരെന്ത് പറയും, എനിക്കുള്ളത് മൊത്തം കൊടുത്തിട്ടാണ് ഞാൻ, ഒന്നും അവരെ അറിയിക്കലില്ല, പട്ടിണി അറിയിക്കില്ല, മറ്റത് അറിയിക്കില്ല, മറിച്ചത് അറിയിക്കാതാണ് ഞാൻ ഒരു നോക്കല് എന്ന് അതേ ഡയലോഗ് നാളെ നമ്മളും പറയുന്നുള്ളതാണ്. നമ്മൾ കരയെ ചെയ്ത പോലെ അല്ല ഇപ്പോഴത്തെ കുട്ടികൾ റിയാക്ട് ചെയ്യുന്നത്. ഒറ്റ എവല്യൂഷനും കൂടി പറയാൻ വെറുതെ. അതായത് പണ്ടത്തെ നമ്മളെ പാരൻസിന് അന്ന് അത്ര ഭക്ഷണമില്ലാത്തൊരു കാലമായിരുന്നു. ഭക്ഷണമില്ലാത്ത കാലം എന്ന് പറയുമ്പോൾ അരി ഭക്ഷണം അവർ കഴിച്ചിരുന്നത് ഇപ്പോൾ എന്താ പറയുക, ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ അത്ര വലിയ പരിപാടികൾക്ക് മാത്രമാണ് അവർക്ക് അരി കിട്ടിയിരുന്നത്, അല്ലെങ്കിൽ ചോറ് കിട്ടിയിരുന്നത്. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ മിക്കവാറും കഞ്ഞിയായിരിക്കും, അല്ലെങ്കിൽ കപ്പയോ അല്ലെങ്കിൽ കിഴങ്ങോ എന്തെങ്കിലുമൊക്കെ പുഴുങ്ങി തിന്നുന്ന ആ ഒരു കാലമായിരുന്നു നമ്മുടെ പാരൻസിൻ്റെ മുകളിലുള്ളത്. അത് കഴിഞ്ഞിട്ട് അവരുടെ ശേഷം വന്നൊരു പാരൻ്റ് എന്തായിരിക്കും, അവരുടെ ശേഷം വന്ന പാരൻ്റ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും വീട്ടിൽ ചോറുള്ള, എല്ലാ ദിവസവും മത്തിക്കറിയും ചോറും തിന്നാൻ പറ്റുന്ന, അതായത് തൊട്ട് മുമ്പുള്ള ജനറേഷൻ വെച്ച് നോക്കുമ്പോൾ ഇവർ അത്രയും ആർഭാടായിട്ട്, അതായത് കല്യാണത്തിന് മാത്രം കിട്ടിക്കൊണ്ടിരുന്ന ചോറ് എല്ലാ ദിവസവും വീട്ടിലുണ്ടായിരുന്ന ഒരു ജനറേഷനായിട്ട് മാറും.
പക്ഷേ അവർക്ക് വല്ലപ്പോഴും കല്യാണത്തിന് പോകുമ്പോഴേ ബിരിയാണിയോ അല്ലെങ്കിൽ അൽഫാമോ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് അടുത്തൊരു ജനറേഷനിലേക്ക് മാറുന്ന സമയത്ത്, അതല്ലെങ്കിൽ നമ്മുടെ മക്കളുടെയൊക്കെ കാലത്തേക്ക് മാറുന്ന സമയത്ത് നമ്മുടെ മക്കൾ വന്നിട്ട് ചോദിക്കും, ഇന്ന് ഇവിടെ അൽഫാമായിരുന്നോ എന്ന് ചോദിക്കും. അപ്പം നമ്മൾ ഈ പണ്ട് പറഞ്ഞ ഡയലോഗ് പറയും, ഞങ്ങളെ കാലത്തൊക്കെ ഒരു അൽഫാം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ പിരിവിട്ട് 100 വെച്ചിട്ട് ഒരു ഹോട്ടലിൽ പോയിട്ട് കഴിക്കണം ഒരു അൽഫാമോ മന്തിയോ കിട്ടണമെങ്കിൽ. ഇവിടെ നിങ്ങൾക്ക് എല്ലാ ദിവസവും അൽഫാമും മന്തിയും KFCയും കിട്ടുന്നുണ്ട്, എന്നിട്ട് നിങ്ങൾക്ക് ഇതല്ലാത്ത വേറെ എന്തെങ്കിലും വേണമെന്നാണോ പറയുന്നത്? നമ്മളോട് അതായത് ഈ ജനറേഷനോട് മുമ്പത്തെ ജനറേഷൻ ആ കാര്യം പറയുമ്പോ നമ്മളെ മനസ്സിലോ തുടങ്ങി എന്നുള്ള സാധനം. പക്ഷെ നമ്മള് നാളത്തെയോ മറ്റന്നാളത്തെയോ ജനറേഷനോട് ഇത് പറയുമ്പോ ഇല്ലാത്തൊരു കഥ ഓർക്ക് വേണ്ടി ഉണ്ടാക്കി പറയുമ്പോലെ നമ്മളിത് കേട്ട് ശീലിച്ചു. അതായത് അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നേക്കാം എന്നുള്ളതിൽ വരെ എത്തി, ആലോചിക്കാനുള്ള ഗ്യാപ്പ് എങ്കിലും ഉണ്ട്. പക്ഷെ നാളത്തെ മറ്റന്നാളത്തെ ജനറേഷൻ അതില്ല, വിശ്വസിക്കുക പോലും ഇല്ല. കാരണം ഓരുള്ളത് ഈ അൽഫാമിലും അതിന്റെ മേലുള്ള ഡിഷസിലും. അപ്പൊ ഓരെ സംബന്ധിച്ച് നോർമൽ അരി ഭക്ഷണം ഇല്ലാത്തൊരു സമയം ഇല്ല. ഇതൊക്കെ ഏറ്റവും സിമ്പിളായിട്ട് എപ്പോഴും കിട്ടാവുന്ന ഒരു റിസോഴ്സ് പോലെ, പച്ചവെള്ളം കിട്ടുന്ന പോലെ എല്ലാ കാലത്തും എല്ലാ സമയത്തും ഉള്ളൊരു സാധനമായിട്ടാണ് അവർ മനസ്സിലാക്കുക. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് അവിടെയാണ്. കുട്ടികൾ ഇല്ലാന്ന്, അതായത് നമ്മൾ ഭയങ്കര എഫേർട്ട് എടുത്ത് പറയുന്ന കാര്യങ്ങൾ ഓർക്കത് ഇല്ലാന്ന് വിചാരിക്കുന്നതിനനുസരിച്ചിട്ട് ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് കൂടിക്കൊണ്ടിരിക്കുക ചെയ്യാം എപ്പോഴും. അതായത് പാരന്റ് പറയുന്ന കാര്യം ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്ന കാര്യം ഓർക്ക് മനസ്സിലാകുന്നില്ലല്ലോ, ഞാൻ ഇത്രയും നോക്കിയിട്ട് കുട്ടിക്കത് മനസ്സിലാകുന്നില്ലല്ലോ. കുട്ടിനോട് സംസാരിക്കുന്ന സമയത്ത് കുട്ടി പറയുന്നത് എന്താണ് നോക്കുന്നത്, എല്ലാ ദിവസവും ഇത് പറയുന്നതാണോ നോക്കുന്നത്? അതാണിത് കേട്ട് കഴിയുമ്പോ രണ്ടാളെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോ ശരിയാണല്ലോ, രണ്ടാള് പറയുന്ന ഭാഗത്ത് ശരിയുണ്ട്. കാരണം ഞാൻ പറഞ്ഞ ഒരു പരിധി വരെ ഇവരെ രണ്ടാളെ ഭാഗവും ശരിയാണ്. പക്ഷെ ഇനിയുള്ളൊരു ജനറേഷൻ ഈ രണ്ടാളെ ഭാഗവും ശരിയാണെന്നുള്ളതിൽ നിൽക്കൂല. ഞാൻ ഇന്റെ ഭാഗത്തേ നിൽക്കുള്ളൂ, എന്റെ കുഞ്ഞേതാണോ ആ ആളെ ഭാഗത്തേ നിൽക്കുള്ളൂ. അതില് പണ്ടുണ്ടായ ഒരു സിമ്പതി സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല, അറ്റ്ലീസ്റ്റ് എന്ത് പറഞ്ഞാലും അതിന്റെ തള്ളയല്ലേ അല്ലെങ്കിൽ എന്റെ തന്തയല്ലേ എന്നുള്ളൊരു സാധനം ഉണ്ടാവില്ല. ഉമ്മയാണ് ഉപ്പയാണ് ഫാമിലിയാണെന്ന് പറയുന്ന അത്രയും ഇതൊന്നും ഇനി ഉണ്ടാവാൻ പോകുന്നില്ല. അതായത് ജോയിന്റ് ഫാമിലി ആയിട്ട് നിന്നിനെന്ന് മാറി ന്യൂക്ലിയർ ഫാമിലി ആയി. ഇപ്പോൾ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ സെറ്റിലായെന്ന് തോന്നിയ സിംഗിൾ ആയിട്ട് നിൽക്കാൻ പ്രാപ്തരായ ജനറേഷൻ അതിലാണ് നമ്മളുള്ളത്. അതൊക്കെ ഭയങ്കര നല്ല കാര്യങ്ങളാണ് ഒരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ. പക്ഷേ ഇതിൽ നിന്ന് മാറിക്കഴിഞ്ഞിട്ട് ഇതൊന്നും അനുഭവിക്കാത്ത ഒരു ടീമാണ് ഇനി വരാനുള്ളത്. അതെ, ഇനി വരാനുള്ളതും ഇപ്പൊ തുടങ്ങി വെച്ചതും. അതുകൊണ്ട് ഓർക്കത് അറിഞ്ഞൂടാ, അതിന് പ്രിപ്പയർ ആവാത്തതാണ് നമ്മൾ ചെയ്തു വെക്കാൻ പോകുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്.